ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാമിനെ ദൈവം അറിഞ്ഞ് ദൈവസ്നേഹത്തിൽ അബ്രഹാമിനെ നിലനിർത്തുവാനിടയായി. അപ്പോൾ തന്നെ മോശയും ദൈവം അതുപോലെ സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു, ദൈവകൃപയുടെ മഹത്വം കാണിപ്പാനിടയായി തീർന്നു. അപ്പോൾ തന്നെ അഹരോനെയും ആ കൂട്ടത്തിൽ കർത്താവ് കണ്ടിരുന്നു. അഹരോൻ്റെ ജീവിതം എന്നും അനുഗ്രഹപൂർണമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. കാരണം മോശയുടെ സഹോദരനാണല്ലോ, മിരിയാം സഹോദരിയാണല്ലോ. അപ്പോൾ അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. ആ ആഗ്രഹം നല്ലത് തന്നെയാണല്ലോ. എന്നാൽ പിൽക്കാലത്ത് അഹരോൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, പുരോഹിത ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതായി നമുക്കറിയാം. അഹരോനാണോ ഞങ്ങളുടെ ശുശ്രൂഷകൻ? അഹരോൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ശുശ്രൂഷകനായിട്ടിരിക്കാൻ? ഞങ്ങളുടെ എല്ലാ ഗോത്രത്തിൽ നിന്നും ആൾക്കാരുണ്ടല്ലോ, അവരെ കൂടെയൊക്കെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ളതായ വാദിപ്രതിവാദങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തോട് മോശ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തു ചെയ്യണം? ദൈവം ഒരു ആലോചന കൊടുത്തതാണ്. 12 ഗോത്രങ്ങൾക്കൊത്തവണ്ണം ഗോത്രത്തിന് ഓരോ വടി അത് ചെത്തിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ 12 ഗോത്രത്തിന് ഓരോ വടി കൊണ്ടുവന്നു. അത് ഒരുമിച്ച് കെട്ടി മോശ തന്നെ സമാഗമന കൂടാരത്തിനകത്ത് വെച്ച്. അപ്പോൾ ആ രാത്രി എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികളുടെ, നിലവിളികളുടെ രാത്രിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്ന ആലോചന നമുക്കവിടെ വായിപ്പാൻ കഴിയും. അപ്പൻ ശപിച്ചു, ശാപം കിട്ടിയവൻ്റെ മേൽ ദൈവാനുഗ്രഹം ചൊരിയപ്പെടുന്നതായിട്ടാണല്ലോ നാം അവിടെ കാണുന്നത്. അപ്പോൾ തന്നെ സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യത്തിലും തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഒരു ചെടിയൊക്കെ നടണമെങ്കിൽ എത്ര സമയമെടുക്കും അല്ലേ? അതിന് എന്ത് വേണം? സൂര്യപ്രകാശം വേണം, സംരക്ഷണം വേണം, തടവെടുക്കണം, വളവിടണം, വെള്ളം വേണം. എന്നാൽ ഇവിടെ അർദ്ധരാത്രിയിലെ നിലവിളിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദാസനായ മോശ വടിയെല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവച്ചു. രാത്രിയിൽ അഹരോൻ നിലവിളിച്ച് കരഞ്ഞു, കർത്താവേ, ഈ ജനത്തിൻ്റെ മുമ്പിൽ എന്നെ ഒന്ന് മാനിക്കണം. ഈ ജനമെല്ലാം എന്നോട് കയർത്തു, ഞാൻ മാത്രമേ ഉള്ളൂ ശുശ്രൂഷകൻ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച് കരയുവാൻ അഹരോന് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധി ഒരുപാട് കാര്യങ്ങൾ താൻ ചോദിച്ചു കാണും. എന്നാൽ ചോദിക്കാത്തതും കൂടെ കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം വിശ്വസ്തനും വലിയവനുമായ ദൈവമാണ്. ഇന്ന് പകരം പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലും എന്താണ് കർത്താവിനോട് ചോദിക്കുന്നത്? നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ, അപമാനിക്കപ്പെട്ടവരുടെ മുമ്പിൽ, അതേ പലരുടെയും ജീവിതത്തിൻ്റെ ബന്ധുക്കാരുടെ നടുവിൽ ഒറ്റപ്പെടുത്തലുകൾ, അതാ സഹിക്കാൻ വയ്യാത്ത, പലപ്പോഴും നമ്മളെ സമക്ഷത്ത് നിർത്താതെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം. പക്ഷേ ഇതിൻ്റെ എല്ലാ നടുവിലും ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നാം ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതേ ഈ 12 ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കമ്പുകൾ ഒരുമിച്ച് കെട്ടി വെച്ചപ്പോൾ അവിടെ അഹരോൻ്റെ വടി മാത്രമാണ് തളർത്തത്. നിന്ദയുടെയും ശാപത്തിൻ്റെയും അതേ ഒറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്നുള്ള കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് തളർത്തു, അത് പൂത്തു, ബദാം ഫലം കായ്ച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യദായക ശക്തിയും വിടുതലും
അനുഭവിക്കുവാൻ ഇന്നും ആഗ്രഹിക്കുന്ന ദൈവജനത്തിനോട് ദൈവാത്മാവ് പറയുന്നു, അതെ, ഒരു നന്മയുടെ കാലമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ കാലമുണ്ട്. പലരും നിന്നെ നോക്കി ചോദ്യം ചെയ്യുന്നുണ്ടാകാം. അവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമ്മേളനമാണല്ലോ നാം ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായത്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടുവച്ചാൽ 9 മാസം വേണം എന്നാണ് ഈ ബദാമിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 9 മാസം വേണം ബദാം പൂക്കാൻ. എന്നാൽ ഇവിടെ ഒറ്റ രാത്രി കൊണ്ടാണ് പൂത്തത്. പ്രിയരെ, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മളെ ഉന്നതമായ നിലയിൽ എത്തിക്കുവാൻ. ആ ഉന്നതമായ നിലയിൽ എത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായി പിന്നെ നമ്മളെന്തിനു ഭാരപ്പെടണം, ഭയപ്പെടണം? മോശയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ലേ? അഹരോൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ലേ? നീ അബ്രഹാമിനെ നോക്കിയാലോ, അതേ 100-ാമത്തെ വയസ്സിൽ തനിക്ക് ഒരു വിടുതൽ ലഭിക്കാനിടയായി. തനിക്കൊരു ഇസഹാക്കിനെ ദൈവം ദാനമായി കൊടുക്കുകയാണ്. സാറയുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. രണ്ടുപേരുടെയും ശരീരം നിർജീവ പ്രവൃത്തികളായി. അതേ, അവരിൽ ഇനി പുത്രോത്പാദനം ഉണ്ടാവില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇനി എന്ത് എന്നുള്ള ചോദ്യം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ശരീരം പ്രായമായി, നിങ്ങളും പ്രായമായി, പക്ഷെ ഞാൻ പ്രായമായിട്ടില്ലല്ലോ. അതെ, പരിശുദ്ധാത്മാവാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം പ്രായമായിട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രായമായിട്ടില്ല. നിങ്ങൾക്ക് രോഗമുണ്ടാകാം, നിങ്ങൾക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, നിങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ടാകാം, പലവിധമാകുന്ന രോഗങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയും, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, എനിക്ക് പ്രഷറോ ഷുഗറോ എനിക്ക് കൊളസ്ട്രോളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്കെപ്പോഴും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ വിടുവിക്കാനും സൗഖ്യമാക്കാനും കഴിയും. അതുകൊണ്ട് ഭയപ്പെടാതെ, ഭാരപ്പെടാതെ, ഏതെങ്കിലും വിഷയത്തിനകത്ത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് മൂലയ്ക്കൊതുങ്ങാനുള്ളവരല്ല നമ്മൾ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും കഴിയട്ടെ. എല്ലാവരും തള്ളിയാലും നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം തന്നെ ഉയർത്തുവാനിടയായിത്തീരും. ദൈവം അഹരോനെ തിരഞ്ഞെടുത്തതോടെ പിറുപിറുപ്പ് നിന്നു. അതെ, ദൈവസന്നിധിയിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഈ വർഷത്തിൻ്റെ ഈ അവസാന സമയത്തേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ പല സഭകളിലും പല വ്യക്തികൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരിക്കുകയാണ്. എന്നാൽ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും അതിൻ്റെ മധ്യഭാഗത്തെ പല കാര്യങ്ങളിലും നടക്കാതെ വന്നപ്പോൾ പെറുപെറുപ്പുകളായി മാറി, ആപരാധികളായി മാറി. മത്സരങ്ങളും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും പിണക്കവും കോപം ക്രോധം ഭിന്നത അസൂയ എല്ലാം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ. ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, നമ്മൾ അങ്ങനെ ഉള്ളതായ ആ ജീവിതത്തെ നമ്മളെ തന്നെ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർത്തു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെല്ലാം മാറട്ടെ. ഈ വർഷത്തിൻ്റെ ഈ അവസാന സമയങ്ങളെല്ലാം മാറട്ടെ. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും തരേണ്ടതിനായിട്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അഹരോനെ തിരഞ്ഞെടുത്ത ദൈവം നമ്മയും തിരഞ്ഞെടുപ്പാൻ വിശ്വസ്ത ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു എന്നാണ്. അപ്പോൾ കർത്താവിലേക്ക് നോക്കിയാൽ പ്രകാശം കിട്ടും. അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവേഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയല്ലോ, തിരുനാമത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.